ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം സ്മൃതി മന്ദാനയുടെ വിവാഹം മാറ്റിവെച്ചതിനു പിന്നിൽ വരൻ പലാശ് മുച്ചലിന്റെ അവിഹിത ബന്ധമെന്ന് അഭ്യൂഹം. പലാശ് മറ്റൊരു സ്ത്രീയുമായി നടത്തിയതെന്ന് കരുതുന്ന സ്വകാര്യ സംഭാഷണത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വൈറലാണ്. ഇതേ തുടർന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ ഒരഭ്യൂഹം പ്രചരിക്കുന്നത്. സ്മൃതിയും പലാശുമായുള്ള വിവാഹം നടക്കേണ്ടിയിരുന്നത് ഞായറാഴ്ചയായിരുന്നു. വിവാഹം മാറ്റിവെച്ചതിന് പിന്നാലെ സ്മൃതി തന്റെ അക്കൗണ്ടുകളിൽ നിന്നെല്ലാം വിവാഹവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും നീക്കം ചെയ്തു. റെഡിറ്റിലും ഇൻസ്റ്റാഗ്രാമിലും എക്സിലും പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടുകളാണ് വിവാദങ്ങൾക്ക് കാരണമായത്. മേരി ഡിഗത്ത എന്ന യുവതിയോടൊപ്പമുള്ള വാട്സപ്പ് ചാറ്റുകളാണിതെന്ന് കരുതുന്നു. അവർ തന്നെയാണ് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടതെന്നും കരുതുന്നു. യുവതിയെ ഹോട്ടലിലെ പൂളിൽ ഒരുമിച്ച് നീന്താൻ ക്ഷണിക്കുന്നതും സ്മൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും പലാശിന്റെ മറുപടികളുമാണ് ചാറ്റിലുള്ളത്. പ്രണയാതുരമായ സന്ദേശങ്ങളും ചാറ്റുകളിലുണ്ട്. സ്ക്രീൻഷോട്ടുകളിൽ യുവതിയുടെ രൂപഭംഗിയെ പ്രശംസിക്കുകയും ചെയ്യുന്നു. സ്പായിലേക്കും ബീച്ചിലേക്കുമടക്കം അവരെ പാലേഷ് ക്ഷണിക്കുന്നുമുണ്ട്. അതേസമയം ഇത് പലാശിന്റെ ചാറ്റുകൾ തന്നെയാണ് എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പലരും പലാശിനെ വിമർശിച്ച് രംഗത്തെത്തി. അതേസമയം സ്മൃതിയുടെ കുടുംബം സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. എന്നാൽ വിവാഹം മാറ്റിവെച്ചതിനു പിന്നാലെ വിവാഹവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും സ്മൃതി നീക്കം ചെയ്തത് ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുക തന്നെ ചെയ്തു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നതിന് പിന്നാലെയാണ് സ്മൃതിയുടെ പിതാവ് ശ്രീനിവാസ മന്ദാനയ്ക്ക് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത്. അച്ഛൻ അടുത്തില്ലാതെ വിവാഹം നടത്തേണ്ടെന്നാണ് സ്മൃതിയുടെ നിലപാട്. അതേസമയം വൈറൽ ഇൻഫെക്ഷൻ, അസിഡിറ്റി എന്നിവയെ തുടർന്ന് പലാശും ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ആശങ്കാജനകമായ സാഹചര്യമില്ലെന്നും ചികിത്സ നൽകി പലാശിനെ മടക്കി അയച്ചുവെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2019 സ്മൃതിയും സംഗീത സംവിധായകനായ പലാശും തമ്മിൽ പ്രണയത്തിലായത്. 2024 വരെ ഇരുവരും സ്വകാര്യമായി സൂക്ഷിച്ച പ്രണയം കഴിഞ്ഞ വർഷമാണ് പരസ്യമായത്.